ഹലോ വ്യൂവേഴ്സ്, റാൻഡം ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ദ പെറ്റ് ഡിറ്റക്റ്റീവ് ഷറഫുദ്ദീൻ നായകനായിട്ടുള്ള പുതിയ സിനിമ റിലീസായിട്ടുണ്ട്. അപ്പോൾ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു മിനി CID മൂസ എന്ന് വേണം പറയാനായിട്ട്. CID മൂസയുടെ അത്രയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല തീർച്ചയായിട്ടും. പക്ഷെ ഒരു മിനി CID മൂസയായിട്ട് നിങ്ങൾക്കത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ സിനിമ കാണാൻ പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ സിനിമയുടെ ലോജിക്ക്, ഈ സിനിമയിലെ കഥയുടെ ലോജിക്ക് ഒന്ന് നോക്കല്, അതുപോലെ തന്നെ ഈ സിനിമയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങൾ അതിനകത്തെ സത്തൊക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അതുമല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥ സംഭവിക്കുമോ, അങ്ങനെയൊക്കെ സംഭവിക്കാമോ, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് നിങ്ങൾ തിയേറ്ററിലോട്ട് പോകില്ല. നിങ്ങൾ വളരെ കൂളായിട്ട് പണ്ട് നമ്മൾ ഈ 90 കിഡ്സിനൊക്കെ അറിയാം, ബാലരമയൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ബാലരമയിൽ ശിക്കാരി ശംഭു ഒക്കെ വായിച്ചിട്ടില്ലേ, ശിക്കാരി ശംഭു, ശുപ്പാണ്ടിയൊക്കെ. ആ ഒരു ചിന്താഗതിയായിട്ട് നിങ്ങൾ തിയേറ്ററിലോട്ട് പോവുക. നിങ്ങൾക്ക് 100% ഈ സിനിമ ഇഷ്ടപ്പെടും. അതല്ല വലിയ ബുദ്ധിജീവിയൊക്കെ കളിച്ചിട്ട് അതുപോലെ തന്നെ ഭയങ്കര അതിനകത്തെ സംഭവമൊക്കെ ചൂഴ്ന്നെടുക്കാം, അല്ലെങ്കിൽ അതിനൊക്കെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വീട്ടിലിരിക്കാം, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതല്ല, കുറച്ച് സാധാരണ മൈൻഡുമായിട്ട് സാധാരണക്കാരനായിട്ട് സിനിമ കാണാൻ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. നിങ്ങൾ കൊടുത്ത പൈസയ്ക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കുറച്ച് നേരം ചിരിക്കാം, ഒന്ന് റിലാക്സ് ചെയ്യാം. അതാണ് ശരിക്കും പറഞ്ഞാൽ ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇനി സിനിമയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ വരുവാണ്. ഡയറക്ടർ പ്രണീഷ് വിജയൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ട്, ചില മിസ്സിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഒരു പുതിയ സിനിമ എന്നുള്ള, ആദ്യത്തെ സിനിമ എന്നുള്ള ഇതിൽ വരുമ്പോൾ അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. പ്രണീഷ് വിജയനും അതുപോലെ തന്നെ ജയവിഷ്ണുവും ചേർന്നിട്ടാണ്. അപ്പോൾ സിനിമ വളരെ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ചില ഇടത്ത് ചില പ്രശ്നങ്ങളുണ്ടെന്നല്ല, അല്ലാണ്ട് ഈ പറയുന്ന പോലെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അതൊഴിവാക്കി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു സിനിമയാണ് ഈ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സിനിമ. അതായത് പണ്ട് നമ്മൾ CID മൂസയൊക്കെ കണ്ടിട്ട് നമ്മൾ ചിരിക്കുകയൊക്കെ ചെയ്തിട്ടില്ല. CID മൂസ, അതുപോലെ തന്നെ പറക്കും തളിക, അങ്ങനെ ആ ഒരു റേഞ്ചിൽ ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു കാറ്റഗറി മൂവിയാണ് വരുന്നത്. നമ്മൾ അതിനകത്ത് കുറച്ച് ബുദ്ധിജീവി കളിക്കാനൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിജീവിയോടെ നമ്മൾ ആ സിനിമയെ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. തുറന്ന മനസ്സുമായിട്ട് പോവുക, വളരെ ഫ്രീ ആക്കി വിടുക നമ്മളെ. അപ്പോൾ നമുക്ക് അതിനകത്തിരുന്ന് തിയേറ്ററിൽ ഇരുന്ന് ഒരുപാട് ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളുള്ള ഒരു സിനിമയാണിത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ എഡിറ്റിംഗ് അടിപൊളി എഡിറ്റിംഗ് ആണ് കേട്ടോ. നമ്മളെ പിന്നെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ കട്ടിങ്ങനെ കയറി വരുവാണ്, നമ്മളെ മുഷിപ്പിക്കുന്നില്ല, ഇങ്ങനെ വലിച്ചു നീട്ടി ലാഗ് ചെയ്യുന്ന എഡിറ്റിംഗ് ഒന്നുമില്ല. സിനിമാറ്റോഗ്രാഫി നല്ലതാണ്. അതായത് ടെക്നിക്കലി വളരെ വളരെ അടിപൊളിയായിട്ടാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്തെ അഭിനേതാക്കളെ ആ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഷറഫുദ്ദീൻ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ ദിലീപേട്ടനൊക്കെ ചെയ്തിരുന്ന ഒരു റോളൊക്കെയാണ് ഇപ്പോൾ ഷറഫുദ്ദീൻ്റെ. ഈ ലാസ്റ്റ് വന്ന റീസെൻറ്റ് മൂവികളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, പടക്കളമാണെങ്കിലും പിന്നെ മമ്മി അങ്ങനത്തെ പടം, പേര് ഞാൻ മറന്നുപോയി. ആ സിനിമയിലൊക്കെ ഷറഫുദ്ദീൻ നല്ല കോമഡി ടൈമിംഗ് ഉള്ളൊരു ആക്ടറാണ് കേട്ടോ. ഷറഫുദ്ദീന് വളരെ നന്നായിട്ട് ഇതിനകത്ത് കോമഡി സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ അടിപൊളി ഒരു പെർഫോമൻസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷറഫുദ്ദീൻ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അനുപമ കൊടുത്ത വേഷം അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ വലിയ സംഭവം കോമഡിയൊക്കെ ആകുമ്പോൾ കുറച്ച് വർക്കൗട്ട് ആവില്ല എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ അനുപമയും വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് വിനയ് ഫോർട്ട് അറിയാമല്ലോ, ലാസ്റ്റ് കുറേ സിനിമകൾ വന്ന് ഭയങ്കര വെറുപ്പീരാശാന് ഈ പറയുന്ന പോലെ കോമഡി ആണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ ഓരോരോ വേഷമൊക്കെ കെട്ടി ആൾക്കാരെ വെറുപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ ചില സീക്വൻസ് വരുമ്പോൾ മാത്രം നമുക്കൊരു മുഷിപ്പ് തോന്നും, ചിരിക്കാൻ നമുക്ക് തോന്നില്ല, പുള്ളി തന്നെ സ്വന്തം ചിരിക്കുള്ളൂ. പക്ഷേ അത് ഒഴിച്ചു വെച്ചാൽ ഇപ്രാവശ്യം വിനയ് ഫോർട്ട് അത്യാവശ്യം നന്നായിട്ട് കോമഡി വർക്കൗട്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോഴും ഈ പറയുന്ന പോലെ കോമഡി വർക്കായിട്ട് തോന്നും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരുപാട് കോമഡി സീനിൽ വിനയ് ഫോർട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് നന്നായിട്ട് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. പിന്നുള്ള വിനായകനും അത്യാവശ്യം വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജോമോൻ ജ്യോതിർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന പോലെ തമാശകൾ പറയുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നില്ല, പക്ഷേ കൂടുതൽ ഇടങ്ങളിലും അടിപൊളിയായിട്ട് ഈ ജോമോൻ ജ്യോതിറൊക്കെ ഇപ്പോൾ അപ്കമിങ് ആയിട്ട് വരുന്ന ഒരുപാട് ഈ കോമഡി ആർട്ടിസ്റ്റുകളിൽ നല്ലൊരു ആർട്ടിസ്റ്റാണ് കേട്ടോ ഈ ജോമോൻ ജ്യോതിർ എന്നൊക്കെ പറയുന്നത്. വളരെ നന്നായിട്ട് ജോമോൻ ജ്യോതിർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരാൾ വിജയരാഘവൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വിജയരാഘവനകത്ത് സൂപ്പറാണ് കേട്ടോ, കിടുവായിട്ട് സംഭവം പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ രഞ്ജി പണിക്കറാണ് ഇതിലെ ശരിക്കും പറഞ്ഞാൽ ഷറഫുദ്ദീൻ്റെ അച്ഛനായിട്ടുള്ള റോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഷറഫുദ്ദീൻ്റെ അച്ഛനായിട്ട് രഞ്ജി പണിക്കർ പിന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി മെക്സിക്കോയിൽ
ഭയങ്കര ഒരു ഡിറ്റക്റ്റീവ് ആയിരുന്നു. അവിടുന്ന് ഒരു പിന്നെ വില്ലനെ, ഒരു കൊടൂര വില്ലനെ കണ്ട് പേടിച്ച് നാട്ടിലോട്ട് വന്ന് നാട്ടിലൊരു ഡിറ്റക്റ്റീവ് കമ്പനി തുടങ്ങുന്നതാണ്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കഥ വരുന്നത്. ഇപ്പോൾ പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് പിന്നെ അത്ര വലിയൊരു സംഭവമാണ് ഞാൻ പറയുന്നില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ ഒരുപാട് ചിരിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഹാഫിൽ ഈ ഷറഫുദ്ദീൻ എങ്ങനെ ഒരു ഡിറ്റക്റ്റീവായ ഷറഫുദ്ദീൻ എങ്ങനെ ഒരു പെറ്റ് ഡിറ്റക്റ്റീവായി എന്നുള്ളതാണ് ഈ ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിയായിട്ടുള്ള രസകരമായിട്ടുള്ള കഥയൊക്കെയാണ് സെക്കൻഡ് ഹാഫിൽ വരുന്നത്. സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചിരിക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിൽ എനിക്കൊന്ന് വണ്ടർലാൻഡ് വെച്ച് പിന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ക്ലൈമാക്സ് ഒരു 10-15 മിനിറ്റ് ഉണ്ട് കേട്ടോ. ആ ക്ലൈമാക്സ് ശരിക്കും നമ്മൾ വെട്ട സിനിമ കണ്ടിട്ടില്ലേ, വെട്ട സിനിമയിൽ അവസാനം എല്ലാവരും കൂടെ വന്നിട്ട് ചറ പറ കോമഡി ആക്കിയിട്ട് പോയില്ലേ, അതുപോലൊരു ഐറ്റമാണ് കേട്ടോ ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുന്നും ഒക്കെ വരുന്ന വില്ലന്മാരും ഈ പറയുന്ന ഹീറോയും എല്ലാം കൂടെ വന്നിട്ട് ഒരു കൂട്ട ആത്മഹത്യ എന്നൊക്കെ പറയുന്ന പോലെ കൂട്ട കോമഡിയാണ് കേട്ടോ. കോമഡി രംഗമാണ് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ക്ലൈമാക്സ് അടിപൊളിയാണ് കേട്ടോ, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോഴും ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് പറയാം, വലിയ ബുദ്ധിജീവി കളിച്ചു പോരുത്, നിങ്ങൾ നോർമൽ സിനിമകളൊക്കെ കാണാനായിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. നന്നായിട്ട് സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നിശാന്ത് സാഗറുണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മുടെ പ്രസീത ഉണ്ടല്ലോ, ബഡായി ബംഗ്ലാവിലെ പ്രസീതയൊക്കെ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശ്യാം മോഹൻ ഉണ്ട് ഇതിനകത്ത്, പ്രേമലു ഫെയിം. അപ്പോൾ ശ്യാം മോഹൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അൽത്താഫ് ഉണ്ട്. അൽത്താഫ് ഒരു കാമിയോ റോള് പോലെ ചെറിയൊരു റോളേ ചെയ്തിട്ടുള്ളൂ, പക്ഷെ ഉള്ളത് അദ്ദേഹം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്, വലിയ മോശമൊന്നും ആക്കിയിട്ടില്ല. ഈ പറയുന്ന രഞ്ജി പണിക്കർ പിന്നെ ഈ പറയുന്ന പോലെ നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്, ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്നത്. പിന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോനായിട്ട് ഈ പറയുന്ന ഷറഫുദ്ദീനും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ലോജിക്ക് ഇല്ലാണ്ട് നിങ്ങൾ ഈ സിനിമ കാണാനായിട്ട് ശ്രമിക്കുക. ലോജിക്കൊന്നും ചിന്തിച്ച് പോയില്ല, കഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ലോജിക്കൊക്കെ ചിന്തിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ വലിയ ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു ലോജിക്കും ഇല്ലാണ്ട് ചുമ്മാ ഇരുന്ന് ചിരിക്കുക, ചുമ്മാ ഇരുന്ന് CID മൂസയിലെയൊക്കെ കോമഡികൾ നിങ്ങൾക്ക് ആ നിലവാരത്തിലുള്ള ഒരു കോമഡിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ, ഈ വെട്ടം ആ സിനിമയുടെ ഒരു നിലവാരത്തിലുള്ള കോമഡിയൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് ഇതും ഇഷ്ടപ്പെടും. ഒരു പ്രിയദർശൻ മൂവി, ഒരു കോമഡി മൂവി കാണുന്ന പോലെ ഒരു ആ റേഞ്ചിലുള്ള ഒരു, അത്ര റേഞ്ച് ഞാൻ പറയുന്നില്ല, അതുപോലെ ഒരു കാറ്റഗറി പെടുന്ന കോമഡി കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ മെയിനായിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പോയി കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ കുട്ടികളുമായിട്ട് നിങ്ങൾക്ക് പോയിട്ട് കാണാൻ കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെടും, ഞാനത് ഗ്യാരണ്ടി തരാം. ഒരു 6-7 വയസ്സ് കഴിഞ്ഞ പിള്ളേർക്കൊക്കെ ഇഷ്ടം പോലെ ചിരിക്കാനുള്ള വകുപ്പ് ഈ സിനിമയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാ പിന്നെ ജനറേഷനിലും പെട്ട ആൾക്കാർക്ക് ചിരിക്കാനുള്ള വകുപ്പുണ്ട്. എസ്പെഷ്യലി കുട്ടികൾക്ക് ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടും, അത് ഞാൻ ഗ്യാരണ്ടി പറയാം. കാരണം അതുപോലത്തെ കോമഡി സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആനിമലും അങ്ങനത്തെ പെറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ ക്ലൈമാക്സിലൊക്കെ ഒരുപാട് ചിരിക്കാനുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ കുടുംബസമേതം ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇതൊരു നഷ്ടമായിട്ട് വരില്ല. നിങ്ങൾക്ക് ചിരിച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് വരാം. ഇത് ഈ പറയുന്ന പോലെ വലിയ ത്രില്ലറോ ആക്ഷൻ രംഗങ്ങളോ കോമഡിയും പോട്ടെ, ട്രാജഡി രംഗങ്ങളോ അങ്ങനെയൊന്നുമില്ല. കോമഡി വളരെ സില്ലി കഥ, അത് കോമഡി ആയിട്ട് സംഭവം കൊണ്ടുവന്ന അങ്ങനെ ഒരു സിനിമയാണ് ഈ ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഷറഫുദ്ദീൻ്റെ പറയുമ്പം ഷറഫുദ്ദീൻ വളരെ നന്നായിട്ടുണ്ട്, പക്ഷേ ആക്ഷൻ സീനൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഷറഫുദ്ദീൻ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. കാരണം പിന്നെ ആക്ഷൻ സീക്വൻസിലൊക്കെ ഒരു പഞ്ചിൻ്റെ ഒരു കുറവുണ്ട്. ഒരു പുള്ളിയുടെ ഒരു പഞ്ച് ആക്ഷൻ ചെയ്യുമ്പോൾ ഒരു പഞ്ചിൻ്റെ ഒരു കുറവ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ചെറിയൊരു വിശ്വസിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു മാസ് കിട്ടുന്നതിലൊക്കെ നമുക്കൊരു ചെറിയ എന്തോ ഒരു വൈബ്, ഇങ്ങനെ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്. നമുക്ക് ഇത് പറ്റുമോ, എന്നെ കൊണ്ട് പറ്റുമോ, ആ ഒരു രീതിയിലൊക്കെ വരുന്നുണ്ട്. ഒന്നുകൂടെ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഷറഫുദ്ദീൻ അടിപൊളി ആക്ടറാണ് കേട്ടോ. കോമഡിയുടെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഷറഫുദ്ദീന് അന്യായമായിട്ട് സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. ഷറഫുദ്ദീനും ജോമോൻ ജോർജറും പിന്നെ ഈ പറയുന്ന പോലെ വിനയ് ഫോർട്ടും ഷറഫുദ്ദീനും തമ്മിലുള്ള പ്രേമത്തിന് ശേഷമാണ്, ഇത്രയും വലിയ ലോങ് ഗ്യാപ്പിന് ശേഷം ഇത്രയും നല്ലൊരു ക്യാരക്ടർ ഇവർ ഒന്നിച്ച് ചെയ്യുന്നത്. അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ചെയ്തിട്ട് ബലിപ്പിച്ചിട്ടുണ്ട്. വിജയരാഘവൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, വിജയരാഘവൻ്റെ ഒക്കെ നല്ല ഒന്നൊന്നര കോമഡികളും നല്ല സെറ്റപ്പ് സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് ചിരിക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് അനുഭവം,
സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ ഒരു പിന്നെ എബവ് ആവറേജ് അനുഭവമാണ് ഈ സിനിമ. സാധാരണഗതിയിൽ നമ്മൾ സിനിമ കാണുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഈ പറയുന്ന പോലെ മിക്ക സിനിമയ്ക്കും അടിപൊളിയായിരിക്കും. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ആ പടം നശിപ്പിച്ച് കളയും. സെക്കൻഡ് ഹാഫിലൊക്കെ വരുമ്പോൾ ആ കഥ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലും അത് പറഞ്ഞ് വലിച്ച് നീട്ടി കുളവാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ നോർമലി മിക്ക സിനിമകൾ കാണാറ്. എന്താ ഈ സിനിമ നേരെ തിരിച്ചാണ്. ഫസ്റ്റ് ഹാഫിൽ പിന്നെ ഒരു ആവറേജ് നമ്മളെ മുഷിപ്പിക്കില്ല കേട്ടോ, നമ്മളെ മുഷിപ്പിക്കാതെ പിടിച്ചിരുത്തി അവിടെ ഇവിടെയൊക്കെ കുറച്ച് കോമഡിയൊക്കെ ആയിട്ട് കൊണ്ടുപോവുകയും സെക്കൻഡ് ഹാഫിൽ ഒരുപാട് കോമഡി, എസ്പെഷ്യലി ക്ലൈമാക്സിൽ ഒരുപാട് കോമഡി വെച്ചിട്ട് ഈ സിനിമ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സിനിമയാണ്. ഈ സിനിമയെക്കുറിച്ച് നമ്മൾ ആദ്യം പറയുമ്പോൾ എന്താ പറയണ്ട, ആദ്യം പറയുമ്പോൾ നല്ല ഞാൻ പറയുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളാണ്. കുഞ്ഞു നുറുങ്ങ് കോമഡികളൊക്കെ ആയിട്ട് പൊട്ടിച്ചിരിക്കാനുള്ള കോമഡികളുണ്ട്, ചെറുതായിട്ട് നമുക്ക് ചിരിക്കാനുള്ള കോമഡികൾ, അങ്ങനെയൊക്കെ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. CID മൂസ അതുപോലെ തന്നെ ഈ പറഞ്ഞ വെട്ടമ കാറ്റഗറിയിലുള്ള പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് പോകാവുന്നതാണ്. ഒരിക്കലും ഒരു നഷ്ടമല്ല. ഈ ഷറഫുദ്ദീൻ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പ്രൊഡ്യൂസറും. അപ്പം പിന്നെ പുള്ളി അത്യാവശ്യം നന്നായിട്ട് പണിയെടുത്ത് ഈ സിനിമ സെറ്റാക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഡയറക്ഷനിൽ കുഞ്ഞു പാളിച്ചകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും സിങ്ക് ആകാത്ത ഈ കാഴ്ചകളൊക്കെ ഉണ്ട്. അത് തന്നെയല്ല, ഈ സിനിമയിൽ നമ്മൾ പോകും തോറും നമുക്ക് ഒരുപാട് സംശയം വരാറുണ്ട്. ഈ പിന്നെ സിനിമയിൽ എന്താ സംഭവം, എങ്ങനെയാണ് പിന്നെ എന്താ സംഭവിക്കുന്നത്, അതുപോലെ ഇതിൻ്റെ കഥ എന്താണെന്നൊക്കെ ഉള്ള ഓരോ സംശയമുണ്ട്. സംശയം നോർമലായിട്ട് നമുക്ക് വരും, എന്താ ഈ സംഭവിച്ചതെന്നൊക്കെ ഒരു കൺഫ്യൂഷനൊക്കെ വരും. പക്ഷേ ആ സമയം നമുക്ക് കറക്റ്റായിട്ട് ഈ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ തന്നെ ഒരു കഥ പോലെ അത് വിവരിച്ച് വരുന്നുണ്ട്. നമുക്ക് സംശയം എപ്പോഴൊക്കെ വരുന്നോ അപ്പോഴൊക്കെ ഇതിൻ്റെ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ, പിന്നെ ഈ ഷറഫുദ്ദീൻ തന്നെ ഇതിൽ സിനിമയിൽ മറ്റു കഥാപാത്രങ്ങളോ സംസാരിക്കുമ്പോഴൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഹിൻഡ് പോലെ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ്റെ പ്രശ്നം വരുന്നില്ല. എന്തായാലും നമുക്ക് നീറ്റായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കോമഡി എൻ്റർടൈനറാണ് ഈ പറയുന്ന ദ പെറ്റ് ഡിറ്റക്റ്റീവ്.